ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കക്കാർച്ച് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കറിയൊന്നുമല്ല, ഒരു ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കക്കാർച്ചിയൊക്കെ നല്ലപോലെ തന്നെ വൃത്തിയാക്കി കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ആ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 സവാള അരിഞ്ഞതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച് വാരിയെടുത്താണ്. ഇനി ആ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ആ പൊടികളൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരുന്ന കക്കാർച്ചിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സവാള വേവിച്ച സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം മൂട്ടിൽ പിടിക്കാതിരിക്കാൻ മാത്രം വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലപോലെ വേവിച്ച് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു 8-10 ബ്രെഡ് എടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കക്കറച്ചി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ ബ്രെഡും കക്കറച്ചിയും കൂടെ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് പൊടിക്കാം കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കക്കാർച്ചി. ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കട്ട്ലേറ്റിൻ്റെ വലിപ്പത്തിൽ, ഇത് റൗണ്ടിലോ അല്ലെങ്കിൽ നീളത്തിലോ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ, ഒരുപാട് കട്ടിയല്ലാതെ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുക. എന്തായാലും ഇപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 മുട്ട ഒന്ന് ഉടച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ആ ബ്രെഡ് ക്രംസിൻ്റെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ അതിലേക്കൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഈ ബ്രെഡിൽ ഒന്ന് മുക്കിയെടുത്ത് നല്ലപോലെ കവർ ചെയ്തെടുക്കുക കേട്ടോ ബ്രെഡ്. എന്നിട്ട് ഇതെല്ലാം അതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡിൽ കവർ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഓയിൽ ചൂടായി വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നമ്മളിത് എല്ലാം തന്നെ, ഉള്ളിലുള്ള എല്ലാ സാധനം തന്നെ വേവിച്ചതാണ്. അപ്പോൾ പുറമേ മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നുവെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കരുത്, അതുപോലെ തീരെ കുറച്ചും വെക്കരുത്. എന്നുവെച്ചാൽ ഓയിൽ ഒരുപാട് അങ്ങ് കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ചുവ വരും കേട്ടോ. അപ്പോൾ അതേ പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്കൊക്കെ നമുക്ക് ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് വൈകുന്നേരം എടുക്കുന്ന സമയത്ത് ഓയിലിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി, ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിരിച്ച് മറിച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.